നിന്റെ ഉടായിപ്പൊന്നും എന്നോട് വേണ്ട. തിരക്കുള്ള റോഡിൽ കൂടെ മണലുണ്ടെന്നാ പിടിക്കില്ലെന്ന് കരുതി അല്ലടാ. സാറേ ഇത് സതീശൻ കോൺട്രാക്ടറുടെ ലോറിയാ. സതീശൻ കോൺട്രാക്ടറോ? അങ്ങർക്ക് ഈ പേരിലും ലോറി ഉണ്ടോ? ഇത് പുതിയതാണ് സാർ. പുതിയ വണ്ടിയൊക്കെ ഇറക്കുന്നതിന് മുമ്പ് സന്നിധാനത്ത് വന്ന് തൊഴുകാന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. നിന്റെ മുതലാളിയോട് പറഞ്ഞേക്ക് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന്. ഞാൻ ആരാണെന്ന് നിനക്കറിയാവടാ? ഞാൻ പുതിയ ആളാ സാർ. എന്നെ അറിഞ്ഞൂടാത്ത ഒരുത്തൻ ഈ സിറ്റിയില് ലോറി ഓടിക്കുന്നോടാ. മിന്നൽ കഴിഞ്ഞാ പിന്നെന്താണെന്ന് അറിയാവോടാ? പിന്നെ ഇടിയല്ലേ സാർ? നീ ഇടിക്കാൻ പറഞ്ഞാ പിന്നെ എനിക്ക് ഇടിക്കാതിരിക്കാൻ പറ്റൂടാ? ഇടിക്കല്ലേ സാർ? നിന്റെ മുതലാളിയോട് പറഞ്ഞേക്ക് വഴി വെച്ച് മിന്നലിനെ കണ്ട് ഇടിയും കിട്ടിയെന്ന്. ഓടാ. സർ, ഇദ്ദേഹമാണ് കാറോടെ പാർക്ക് ചെയ്തിരുന്നത്. ഓ, ഇയാളാണല്ലേ? താൻ എന്താടോ ഒരുമാതിരി കറുത്ത ഡ്രസ്സും ഇട്ട് താടിയും വളർത്തി ശബരിമലയിൽ പോവാണോ? എന്താടോ എന്റെ തമാശ ഇഷ്ടപ്പെട്ടില്ലേ? ഇയാളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഈ പാട്ട വണ്ടിയും ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. തന്റെ പേരെന്താടോ? സ്റ്റീഫൻ മണ്ണിൽ. അതെന്താടോ കഥാപ്രസംഗക്കാരനാണോ? പിന്നെന്താ അധിക പ്രസംഗക്കാരനാണോ? പെയിന്ററാണ്. പെയിന്ററോ? പെയിന്റർക്ക് സ്വന്തം കാറൊക്കെ ആയോടോ ഈ നാട്ടില്? നിന്റെ ഈ പാട്ട കാറിന് എന്ത് വിലയാടേ? ഒരു 3000 രൂപ തന്നാ അതിങ്ങ് തരുവോടേ? പിള്ളേർ കളിക്കാൻ കൊടുക്കാനാ? 33 ലക്ഷം രൂപ പറഞ്ഞിട്ട് ഞാനത് കൊടുത്തിട്ടില്ല. 33 ലക്ഷം ഉലുവയാ ഈ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിക്കാ? ഇത് വിന്റേജ് വാല്യൂ ഉള്ള വണ്ടിയാണ്. താങ്കൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. നീ അസിസ്റ്റന്റ് കമ്മീഷണറെ വിവരം പഠിപ്പിക്കാറാടാ? വിവരമില്ലാത്തവരല്ലേ വിവരം പഠിപ്പിക്കാൻ പറ്റൂ. എവിടെ നിന്റെ ലൈസൻസ്, RC ബുക്ക് എടുക്കേ? അതൊന്നും എന്റെ കയ്യിലില്ല, അതൊക്കെ വീട്ടിലാണ്. ഓഹോ, ആ ബുക്കും പേപ്പറൊക്കെ കിട്ടിയിട്ട് അവനെ വിട്ടാ മതി. വണ്ടി ഓടിച്ച് സ്റ്റേഷനിൽ കൊണ്ടിട്. ഇവനിനി പോലീസുകാരെ വിവരം പഠിപ്പിക്കട്ടെ. എവിടെ? ശ്രീമാർ തിയേറ്ററിലോ? ഞാൻ തിയേറ്ററിന് മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. ശരി, ഞാനൊന്ന് നോക്കട്ടെ. എടാ അരവിന്ദ, ആ തിയേറ്ററിന്റെ ടോയ്ലറ്റിൽ ഏതോ ഒരു പെണ്ണ് മരിച്ചു കിടക്കുന്നെന്ന് താൻ പോയെന്ന് അന്വേഷിക്കേ. 2 പോലീസുകാര് ഇവനെ കൊണ്ട് സ്റ്റേഷനിൽ പോട്ടെ.